ഷേർപ്പകളുടെ സാഹസിക ജീവിതം. മലയുടെ മക്കൾ. നിങ്ങൾ ഒരു മല കയറാനായി ഓക്സിജൻ ടാങ്ക് കെട്ടി തണുപ്പിൽ വിറച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ആരോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. മഞ്ഞു പൊതിഞ്ഞ മലകളുടെ നാടായ ഹിമാലയത്തിൽ അത്ഭുതകരമായി ജീവിക്കുന്ന ജനങ്ങളുണ്ട്. അവർക്ക് തണുപ്പ് ശ്വാസമാണ്, പാറ അവർക്ക് നടവഴിയും വീടുകളുമാണ്, അപകടം ദിനചര്യയാണ്. അവരാണ് ഷേർപ്പകൾ, മലയുടെ മക്കൾ എന്ന് ലോകം വിളിക്കുന്ന അതുല്യരായ മനുഷ്യർ. മലയെ കീഴടക്കാൻ പോകുന്നവർക്കും അതിനെ ജീവിതമാക്കുന്നവർക്കും ഇടയിലാണ് ഷേർപ്പകളുടെ സ്ഥാനം. ഷേർപ്പകൾ ആരാണ്? ഷേർപ്പകൾ നേപ്പാളിലെ ഹിമാലയൻ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. എവറസ്റ്റ്, ലവോത്സെ, കാഞ്ചൻജംഗ എന്നിങ്ങനെ ലോകത്തിലെ ഉയർന്ന മലകളുടെ സമീപത്ത്. ഷേർപ്പ എന്നത് ടിബറ്റൻ വാക്കാണ്. ഷർ എന്നത് ഈസ്റ്റ് എന്നും പ എന്നത് പ്യൂപ്പിൾ എന്നും പറയാം. അതായത് ഷേർപ്പ എന്നാൽ പൂർവ്വദേശക്കാർ, കിഴക്ക് ദിക്കിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥം. അവരുടെ ഗ്രാമങ്ങൾ 10,000 അടി മുകളിലാണ്. അവിടെ ജീവവായുവായ ഓക്സിജൻ വളരെ കുറവാണ്. പക്ഷെ അതവർക്കൊരു പ്രശ്നമല്ല. മല അവർക്കൊരു തടസ്സമല്ല, അതവരുടെ വീടാണ്. മറ്റുള്ളവർക്ക് അത് ജീവൻ അപകടമാകുന്ന സ്ഥലമാണെങ്കിൽ ഷേർപ്പകൾക്ക് അത് ജന്മസ്ഥലമാണ്. മല കയറലിന്റെ യഥാർത്ഥ വീരന്മാർ. എവറസ്റ്റ് കയറുന്നവരുടെ പേരാണ് ലോകം കേൾക്കുന്നത്. പക്ഷെ പിന്നിൽ നിൽക്കുന്നവരാരാണ്? അതാണ് ഷേർപ്പകൾ. അവർ വഴികൾ തീർക്കും, കയറുകൾ കെട്ടും, ഭാരങ്ങൾ വഹിക്കും, ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ സുരക്ഷിതരാക്കും. ഒരു ക്ലൈംബർ സമ്മിറ്റിന് എത്തുമ്പോൾ പിന്നിൽ അജ്ഞാതമായ മുഖങ്ങളുണ്ട്. അവരാണ് യഥാർത്ഥ വീരന്മാർ. പണത്തിനായി മാത്രമല്ല, അഭിമാനത്തിനായി അല്ല, അത് അവരുടെ ജീവിത രീതിയാണ്. എവറസ്റ്റ് കയറുന്നവർക്കായി 30 കിലോ ഭാരവുമായി മഞ്ഞിൽ നീങ്ങുന്ന ഷേർപ്പകളെ കണ്ടാൽ മനുഷ്യശേഷിയുടെ അതിരുകൾ എത്ര ദൂരം വരെ നീളാമെന്ന് മനസ്സിലാകും. അത്ഭുതകരമായ ശരീരശേഷി. ശാസ്ത്രജ്ഞർ പോലും വിസ്മയിക്കുന്നു. ഷേർപ്പകൾക്ക് ഹിമാലയത്തിലെ തണുപ്പും ഓക്സിജൻ കുറവും ഒന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ശരീരത്തിൽ കൂടുതൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കുറവ് ഓക്സിജനിൽ പോലും കൂടുതൽ കരുത്ത് ലഭിക്കുന്നു. നിങ്ങളും ഞാനും 10,000 അടി ഉയരത്തിൽ കയറുമ്പോൾ ശ്വാസം മുട്ടും. പക്ഷെ ഷേർപ്പകൾക്ക് അത് നടക്കാനുള്ള വഴി പോലെയാണ്. മനുഷ്യൻ പരിണമിച്ച രീതിയിലല്ല അവർ പ്രകൃതിയോട് ചേർന്ന് വികസിച്ചവരാണ്. അവരുടെ ശരീരവും മനസ്സും മല പോലെ ഉറച്ചതാണ്. കാറ്റും തണുപ്പും അതിനെ വഴിതെറ്റിക്കില്ല. അപകടങ്ങൾക്കും മരണത്തിനും ഒപ്പം ജീവിക്കുന്നവർ. മല കയറലിന്റെ സൗന്ദര്യം എല്ലാവർക്കും കാണാം. പക്ഷെ അതിന്റെ ഇരുണ്ട വശം ഷേർപ്പകൾ മാത്രമേ അനുഭവിക്കൂ. ഓരോ ക്ലൈംബിംഗ് സീസണിലും പല ഷേർപ്പകളും ജീവൻ നഷ്ടപ്പെടുത്തുന്നു. മല കയറുന്നവരുടെ ജീവിതത്തിലെ പ്രധാന അപകടങ്ങളാണ് അവലാഞ്ച്, കോൾഡ് എക്സ്പോഷർ, ഫോൾസ്. അവലാഞ്ച്, മഞ്ഞുപാറ പൊട്ടിത്തെറിക്കൽ. മലകളിൽ കിടക്കുന്ന കട്ടിയുള്ള മഞ്ഞുപാളി പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീഴും. അതിൽ കല്ലുകൾ, പാറകൾ, മരങ്ങൾ എല്ലാം കൂടി വരും. ഒരു സെക്കൻഡിൽ തന്നെ മുഴുവൻ പാതയും മറഞ്ഞു പോകും. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിൽ മഞ്ഞ് വീഴുമ്പോൾ അതിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടാനാവില്ല. ഷേർപ്പകളാണ് ആദ്യം പാത തീർക്കുന്നത്. അതിനാൽ ഏറ്റവും മുൻപിൽ പോകുന്ന ഷേർപ്പകൾക്കായിരിക്കും അവലാഞ്ചയിൽ ആദ്യം അപകടം ഉണ്ടാകുന്നത്. കോൾഡ് എക്സ്പോഷർ, തണുപ്പിൽ ശരീരം കെട്ടുപോകൽ. മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ താപനില -30 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ -50 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താഴും. ഈ തണുപ്പിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ ശരീരത്തിന് ചൂട് കുറയും. അതിനെയാണ് കോൾഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അവരുടെ വിരലുകൾ, കാലുകൾ, മുഖം എല്ലാം മഞ്ഞുപാളിയായി മാറും. രക്തം ശരിയായി ഒഴുകാതായാൽ വിരലുകൾ കരിഞ്ഞു പോകും. ഇതിന്റെ ലക്ഷണങ്ങൾ: വിരലുകൾക്ക് നീല നിറം വരും, ചലിക്കാൻ കഴിയാതാകും, ബോധം നഷ്ടപ്പെടും. ഷേർപ്പകൾക്ക് ഈ അവസ്ഥയിൽ പോലും മറ്റു ക്ലൈംബേഴ്സിന് സഹായിക്കേണ്ടി വരും. അവരുടെ ശരീരശേഷി കൂടുതലായതിനാൽ ചിലപ്പോൾ ജീവിച്ചിരിക്കും. പക്ഷെ അത് അത്യന്തം വേദനാജനകമാണ്. ഫോൾസ്, തെന്നി മാറി വീഴൽ.
മലകളിലെ പാതകൾ അത്യന്തം അപകടകരമാണ്. കാൽ തെറ്റിയാൽ നേരെ ആയിരങ്ങൾ അടി താഴേക്ക് വീഴാം. ഷെർപ്പകൾ പാത തീർക്കുന്നവരാണല്ലോ, അതിനാൽ അവർക്കാണ് വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. 2014 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ 16 ഷെർപ്പകൾ ഒരു അവലാഞ്ചിയിൽ മരിച്ചു. എന്നാലും മലയെ അവർ ശത്രുവായി കാണുന്നില്ല. അത് അവർക്ക് ദൈവമാണ്. ചിലപ്പോൾ ദാനം നൽകും, ചിലപ്പോൾ ജീവൻ എടുത്തു കളയും. അവരുടെ ധൈര്യം അത്രമാത്രം വലുതാണ്. ആത്മീയതയും വിശ്വാസങ്ങളും. ഷെർപ്പകൾ ബുദ്ധമത വിശ്വാസികളാണ്. അവർ മലകളെ ദേവന്മാരുടെ വാസസ്ഥലം എന്ന് കരുതുന്നു. എവറസ്റ്റ് കയറുന്നതിനു മുൻപ് മലയുടെ അനുഗ്രഹം തേടി അവർ പൂജ നടത്തും. അവർ മലയെ കീഴടക്കാനല്ല, ബഹുമാനിക്കാനാണ് പോകുന്നത്. അതുതന്നെയാണ് അവരുടെ രഹസ്യം. വിശ്വാസം തന്നെയാണ് അവരുടെ ഓക്സിജൻ. ധൈര്യത്തിന്റെ പാത ഇന്നും തുടരുന്നു. 1953 മെയ് 29 ഹിമാലയത്തിന്റെ മഞ്ഞുപാളികളിലൂടെ ചരിത്രം എഴുതി തീർത്ത രണ്ടുപേരുണ്ട്. ന്യൂസിലാൻഡിൽ നിന്നുള്ള എഡ്മണ്ട് ഹിലാരിയും നേപ്പാളിലെ ഷെർപ്പയായ ടെൻസിംഗ് നോർഗയും. മലയെ കീഴടക്കിയവരിൽ ഒരാളായ ടെൻസിംഗ് നോർഗെ ഷെർപ്പ സമൂഹത്തിന്റെ അഭിമാനമായി തീർന്നു. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. അവൻ തീർത്ത പാതയിൽ നിന്ന് ജനിച്ചു അനവധി അത്ഭുത ഷെർപ്പകൾ. ആംഗ്രീറ്റ ഷെർപ്പ ഓക്സിജൻ കൂടാതെ 10 തവണ എവറസ്റ്റ് കയറി ലോകത്തെ വിസ്മയിപ്പിച്ച മനുഷ്യൻ. ആപ്പ ഷെർപ്പ 21 തവണ എവറസ്റ്റ് കീഴടക്കിയ സൂപ്പർ ഷെർപ്പ. പിന്നീട് തന്റെ ജീവൻ വിദ്യാഭ്യാസത്തിനായി സമർപ്പിച്ചു. കാമി റീറ്റ ഷെർപ്പ 2024 വരെ 30 തവണ എവറസ്റ്റ് കയറിയ മനുഷ്യൻ. അദ്ദേഹം പറയുന്നു, എവറസ്റ്റ് ഈസ് മൈ സെക്കൻഡ് ഹോം. പസാങ് ലാമു ഷെർപ്പ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത. അവൾ സമ്മിറ്റ് എത്തിയെങ്കിലും തിരികെ വന്നില്ല. പക്ഷെ അവളുടെ പേര് ഹിമാലയൻ കാറ്റിൽ ഇന്നും മുഴങ്ങുന്നു. ലെക്പ ഷെർപ്പ ഏറ്റവും കൂടുതൽ തവണ, അതായത് 10 തവണ എവറസ്റ്റ് കയറി ഗിന്നസ് റെക്കോർഡ് നേടിയ സ്ത്രീ. അവൾ പറയുന്നു, ഈച്ച് ക്ലൈംബ് ഈസ് ഫോർ മൈ ഡോട്ടേഴ്സ് ടു ഷോ ദം വിമൻ ക്യാൻ ഡു എനിത്തിങ്. ഹിലാരിയും ടെൻസിംഗും തുടങ്ങിയ യാത്ര ഇന്ന് 100 കണക്കിന് ഷെർപ്പകളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അവർ ഭൂമിയിലെ ഏറ്റവും വിനീതരായ വീരന്മാരാണ്. മലയുടെ മക്കൾ, ധൈര്യത്തിന്റെ പ്രതീകം, പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം. മലയുടെ മക്കൾ ഇന്നും ആകാശത്തോട് പറയുന്നത് അതേ വാക്കാണ്, ധൈര്യത്തിന് അതിരുകളില്ല. ഷെർപ്പകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യന്റെ അതിരുകൾ മലമുകളിലല്ല, മനസ്സിനുള്ളിലാണ്. മലയെ ഭയമില്ലാത്തവർക്ക് മാത്രമേ അതിന്റെ സൗന്ദര്യം കാണാനാകൂ. ഷെർപ്പകളുടെ ഈ സാഹസിക ജീവിതം ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ പ്രതീക്ഷിക്കുക. നന്ദി.